വളക്കായി അപകടത്തിൽ മരിച്ച 5ാം ക്ലാസ് വിദ്യാർത്ഥി നേതിയുടെ സംസ്കാരം ഇന്നാണ് നടക്കുന്നത്. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം നേതി പഠിച്ച കുറുമാത്തൂർ ചിന്മയ UP സ്കൂളിൽ പൊതുദർശനം. സംഭവത്തിൽ സ്കൂൾ ബസ്സിന് തകരാറുണ്ടോ എന്ന് മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കും. വിവരങ്ങളുമായി വൃന്ദ ഗോവിന്ദ് ചേരുന്നുണ്ട്. വൃന്ദ, പുതുവത്സരാഘോഷ ദിനത്തിലായിരുന്നു ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. നേതിയുടെ പൊതുദർശനം, സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ഇന്നലെയാണ് അതിദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികളുടെ ബസ് മറിയുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണാൻ ഇടയുണ്ടായിരുന്നത്. അപകടത്തിൽ മരിച്ച 5ാം ക്ലാസ് വിദ്യാർത്ഥി നിവേദിയുടെ സംസ്കാരം ഇന്ന് 11 മണിയോടുകൂടി തന്നെ കുട്ടിയുടെ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും വാങ്ങി കണ്ണൂർ കുട്ടി പഠിച്ചിരുന്ന ചിന്മയ് UP സ്കൂളിൽ പൊതുദർശനത്തെ വെക്കും എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. അതോടൊപ്പം ഇന്നലെ ഈ ഒരു വലിയ ദാരുണമായിട്ടുള്ള ഒരു അപകടമാണ് ഉണ്ടായിരുന്നത്. 18ഓളം കുട്ടികൾ ഈ ബസ്സിലുണ്ടായിരുന്നു. ചിന്മയടക്കം 19ഓളം കുട്ടികളും ഡ്രൈവറും ഒരു ആയയുമാണ് ബസ്സിൽ ഉണ്ടായിരുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നെല്ലാം വ്യക്തമാകും. ഒരു വളവ് കഴിയുമ്പോൾ, ഒരു വളവ് തിരിഞ്ഞു വരുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ബസ് മലക്കം മറിഞ്ഞ് പലതവണ മറിഞ്ഞ് ഉണ്ടായിട്ടുള്ള അപകടത്തിൽ ഈ ഒരു നേതിയ ഈ ബസ്സിൽ നിന്നും തെറിച്ച് വീഴുകയായിരുന്നു. അതിനുശേഷം ബസ് ഈ കുട്ടിയുടെ മേൽ പതിക്കുന്ന ഒരു സാഹചര്യം, പിന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ ഈ ബസ് നീക്കം ചെയ്താണ്. ഈ ബസ് മാറ്റിയതിനു ശേഷം കുട്ടിയെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിട്ടില്ല. ഇത്തരത്തിലാണ് ഒരു ദാരുണമായിട്ടുള്ള ഒരു അന്ത്യം ഈ കുട്ടിക്ക് സംഭവിക്കുന്നത്. അതോടൊപ്പം തന്നെ 18ഓളം കുട്ടികൾ ഈ ഒരു അപകടത്തിൽ ഉണ്ടാവുകയും ഇവരെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. ഇവരെല്ലാം ഇപ്പോൾ ആശുപത്രി വിട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഡ്രൈവറായിട്ടുള്ള നിസാം, ആയ സുലോചന എന്നിവർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ഡ്രൈവറുടെ അശ്രദ്ധ തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു വലിയൊരു അപകടം ഉണ്ടാകാൻ കാരണം എന്ന് തന്നെയാണ് നാട്ടുകാർ അടക്കമുള്ള ആളുകൾ പറയുന്നത്. കാരണം അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒന്ന്, ഈ ഡ്രൈവർ നിസാം ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് ഫോൺ ഉപയോഗിച്ചോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ MVD ഏറ്റവും ഒടുവിലായി പറയുന്നത്. കാരണം ഈ അവസാനമായി 4 മണിയോട് കൂടി തന്നെയാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകുന്നത്. ഈ 4 മണിയോട് അടുപ്പിച്ച് ഈ നിസാമിൻ്റെ വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇടുന്നത് അതടക്കം ഈ MVD പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയിരുന്നു. ഈ അപകടം നടക്കുന്ന സമയത്ത് ഈ നിസാം ഫോൺ ഉപയോഗിച്ചോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുക. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ നിസാമിൻ്റെ ഭാഗത്ത് നിന്നുമുണ്ടായിട്ടുള്ള ഈ അശ്രദ്ധക്കുറവും അതോടൊപ്പം തന്നെ റോഡിലെ അശാസ്ത്രീയതയുമാണ് പ്രധാനമായും ഈ MVDയും നാട്ടുകാരും ആരോപിക്കുന്നത്. റോഡ് അശാസ്ത്രീയമായിട്ടാണ് നിർമ്മിച്ചത്. വളരെ വേഗം കുറഞ്ഞ് മാത്രമേ ഈ ഒരു റോഡിലൂടെ സഞ്ചരിക്കാൻ പാടുള്ളൂ. അതായത് 30 സ്പീഡ്, ഒരു 30-ൽ മാത്രമേ വരാൻ 30 പോലും ഈ ഒരു ഇറക്കത്തിൽ അധികമാണ് എന്നാണ് MVD അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ റോഡ് നമുക്ക് മെയിൻ റോഡിലേക്ക് കടക്കുന്ന ഒരു വളവിലാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. MVD വ്യക്തമാക്കുന്നതും ഇത് തന്നെയാണ്. റോഡിലെ അശാസ്ത്രീയതയും അതോടൊപ്പം തന്നെ നിസാം ഫോൺ ഉപയോഗിച്ചോ എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും പരിശോധിക്കുക. എന്നാൽ ഇന്നലെ തന്നെ ഈ ഡ്രൈവറുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇയാൾ പറയുന്നത് പതുക്കെയായിരുന്നു ഇറങ്ങിയിരുന്നത്. ഈ സെക്കൻഡ് ഗിയറിൽ പതുക്കെ ഇറങ്ങുന്നതിനിടെ ബ്രേക്ക് പോയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഇറക്കത്തിലെ വളവിൽ വെച്ച് പെട്ടെന്ന് ബ്രേക്ക് പോവുകയായിരുന്നു. ഹൈ ഗിയറിലിട്ട് വാഹനം പതുക്കെ ആക്കാൻ ശ്രമിച്ചെങ്കിലും നിയന്ത്രണം നഷ്ടമായി. പിന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മുന്നിൽ ഒരു ഭാഗത്തൊരു കടയുണ്ടായിരുന്നു. ഇത്തരത്തിലാണ് ഈ ഒരു ഡ്രൈവറായിട്ടുള്ള നിസാമിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ MVDയുടെ ഒരു പരിശോധനയിൽ ഇത്തരത്തിൽ വാഹനത്തിന് ഒരു യന്ത്ര തകരാറും ഉണ്ടായിരുന്നില്ല. അപകടത്തിന് ശേഷമാണ് ബസ്സിൽ ഇത്തരത്തിലുള്ള തകരാറുകൾ കാണുന്നത് എന്നാണ് MVD വ്യക്തമാക്കുന്നത്. ഈ ബ്രേക്കിനും എഞ്ചിനും തകരാറൊന്നുമില്ല എന്നാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ കണ്ടെത്തൽ. അപകട കാരണം ഡ്രൈവറുടെ അശ്രദ്ധ തന്നെയാണ്. ഇത്തരത്തിലാണ് ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് ഈ MVD പോകുന്നത്. ഈ സ്റ്റാറ്റസ് അപ്ലോഡ് ആയിട്ടുള്ള വാട്സപ്പിലെ സ്റ്റാറ്റസ് അപ്ലോഡ് ആയിട്ടുള്ള കാര്യങ്ങളടക്കം ഈ തരത്തിൽ MVD ഭാഗത്തു നിന്നും കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. ആതിര, വൃന്ദ, ഈ പരിക്കേറ്റ കുട്ടികൾ ഇപ്പോഴും ആശുപത്രിയിലാണ് തുടരുന്നത്. അവരുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ്? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ?
ഈ 18ഓളം വിദ്യാർത്ഥികളെയാണ് ഈ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചിരുന്നത്. ഇവരുടെ ആരോഗ്യനില, ഈ കുട്ടികളെല്ലാം ആശുപത്രി വിട്ടു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. ഇതിൽ ഈ ബസ്സിൽ നിന്നും ഈ അപകടത്തിൽ ബസ്സിൽ നിന്നും തെറിച്ചു വീണതിന് ശേഷമാണ് നീതിക്ക് പരിക്കേൽക്കുകയും കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും കുട്ടിയുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ 18ഓളം വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അവർ ആശുപത്രി വിട്ടു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയാൻ സാധിക്കുന്നത്. നിലവിൽ കൈക്കും കാലിനുമെല്ലാം ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ള ഡ്രൈവർ നിസാം, ആയ സുലോചന എന്നിവർ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. മറ്റ് വിദ്യാർത്ഥികൾ ആശുപത്രി വിട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ടത്, ഇപ്പോൾ ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ കൂടുതൽ ആക്ഷേപം വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു ബസ്സിന് ഫിറ്റ്നസ് ഇല്ല. 2 ദിവസം മുൻപ് ഈ ഒരു ബസ്സിന്റെ ഫിറ്റ്നസിന്റെ കാലാവധി അവസാനിച്ചു എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഈ ഫിറ്റ്നസ് അവസാനിച്ച സ്കൂൾ ബസ്സുകൾക്ക് ഗതാഗത കമ്മീഷൻ ചട്ടവിരുദ്ധമായി കാലാവധി നീട്ടി നൽകി എന്നതടക്കമുള്ള ഒരു കാര്യം ഇതിനിടയിലുണ്ട്. കാരണം നേരത്തെ തന്നെ കഴിഞ്ഞ മാസമാണ് ഗതാഗത കമ്മീഷന്റെ ഒരു ഉത്തരവല്ല ഒരു കത്ത് ഇറക്കിയിരുന്നത്. ഈ അധ്യയന വർഷങ്ങളുടെ ഇടക്കാലങ്ങളിൽ ഫിറ്റ്നസ് പരിശോധിക്കേണ്ട ഫിറ്റ്നസ് ഹാജരാക്കേണ്ട കാര്യമില്ല. ഏപ്രിൽ മാസം വരെ ഈ ഒരു ഫിറ്റ്നസിന്റെ ഒരു കാലാവധി നീട്ടി നൽകുന്ന ഒരു സാധ്യത നമ്മൾ കണ്ടിരുന്നു. അതായത് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത്തരത്തിൽ ഒരു ഫിറ്റ്നസിന്റെ കാലാവധി നീട്ടി നൽകുന്ന ഒരു നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത്. വാഹനങ്ങളുടെ ഫിറ്റ്നസ് നീട്ടി നൽകാൻ നിലവിൽ സർക്കാരിന് അല്ലെങ്കിൽ ഗതാഗത മന്ത്രിക്ക് അധികാരമില്ല. ഈ ഒരു അധികാരത്തിന് പുറമെ കേന്ദ്ര സർക്കാരിന് മാത്രമാണ് ഇത്തരത്തിൽ ഈ വാഹനങ്ങളുടെ ഫിറ്റ്നസ് നീട്ടി നൽകാനുള്ള ഒരു അധികാരം ഉള്ളത്. ഈ ഒരു അധികാരമാണ് ഇപ്പോൾ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം ഇത്തരത്തിൽ ഫിറ്റ്നസിന്റെ കാലാവധി നീട്ടി നൽകാൻ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ തരത്തിൽ സർക്കാരിനെതിരെയും ഒരു വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഉയരുന്നുണ്ട്. ആതിര, ഈ സംഭവത്തിൽ സ്കൂൾ ബസ്സിൽ തകരാറുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കുന്നത്. ഈ ഡ്രൈവർ ഫോൺ ഉപയോഗിച്ചു അടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. ഈ സംഭവത്തിൽ ഈ ഡ്രൈവറുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഇന്നലെ തന്നെ ഡ്രൈവർ ഇത്തരത്തിൽ ഈ ഒരു അപകടത്തിന് ശേഷം ഡ്രൈവറുടെ മൊഴി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപകടത്തിൽ ഡ്രൈവർക്ക് കാലിനും കൈക്കും പരിക്കേറ്റ് ഡ്രൈവർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഈ ഡ്രൈവർ പറയുന്നത് ഇത്തരത്തിൽ പതുക്കെയാണ് ഈ ഒരു ഇറക്കം ഇറങ്ങിയത്. സ്കൂൾ ബസ്സിന് ഫിറ്റ്നസ് ഉണ്ടായിരുന്നില്ല, ഡിസംബറിൽ തീർന്നു എന്നുള്ള കാര്യം നേരത്തെ തന്നെ ഈ നിസാം വ്യക്തമാക്കിയിരുന്നു. ഫിറ്റ്നസിന്റെ കാലാവധി കഴിഞ്ഞിരുന്നു. 2 ദിവസം മുൻപാണ് ഇത്തരത്തിൽ ഫിറ്റ്നസിന്റെ കാലാവധി കഴിഞ്ഞത്. പതുക്കെയാണ് ഇറക്കം ഇറങ്ങിയത്. ഈ സെക്കൻഡ് ഗിയറിൽ പതുക്കെ ഇറങ്ങുന്നതിനിടെ ബ്രേക്ക് പോയി എന്നാണ് നിസാം വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ഇറക്കത്തിൽ വളവിൽ വെച്ചാണ് പെട്ടെന്ന് ബ്രേക്ക് പോയത്. ഹൈ ഗിയറിലിട്ട് വാഹനം പതുക്കെ ആക്കാൻ ശ്രമിച്ചെങ്കിലും നിയന്ത്രണം നഷ്ടമായി. പിന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മുന്നിൽ ഒരു ഭാഗത്ത് കടയുണ്ടായിരുന്നു. നിയന്ത്രണം വിട്ടതോടെ ബസ് അരികിലേക്ക് നീങ്ങി വലതുവശത്തേക്ക് കുഴിയിലൂടെ മറിഞ്ഞ് പലതവണ മലക്കം മറിഞ്ഞാണ് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായത്. താൻ പതുക്കെയാണ് ഒരു വഴിയിലൂടെ കടന്നു വന്നത്, പക്ഷേ നിയന്ത്രണം വിടുകയായിരുന്നു. ബ്രേക്ക് നഷ്ടമായതാണ് ഇത്തരത്തിൽ ഒരു അപകടത്തിന് കാരണം. ആ ഒരു റോഡ് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇന്നലെ തന്നെ അതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ആ ഒരു റോഡിൽ തന്നെ ആ ഒരു റോഡിൻ്റെ അശാസ്ത്രീയത അടക്കം നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഇറക്കമാണ്. ആ ഇറക്കത്തിൽ തന്നെ ഒരു നേരെയുള്ള ഒരു ഇറക്കം അല്ല, ഒരു വളവുകളാണെങ്കിലും അത് അശാസ്ത്രീയമായ രീതിയിലാണ് നിർമ്മിച്ചത്. NBD തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ആ റോഡ് അങ്ങനെ തന്നെ നമുക്ക് ആ ഒരു റോഡിൻ്റെ ഒരു ഘടന അത്തരത്തിലാണ്. ആ റോഡിൽ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഓടിച്ചാൽ മാത്രമേ ഈ ഒരു അപകടങ്ങളടക്കം അവിടെ നടക്കാതിരിക്കൂ. 30 സ്പീഡ് 30-ലായാൽ പോലും അത് അവിടെ സാധ്യമായിട്ടുള്ള ഒരു സ്പീഡല്ല. കാരണം അതിലും കുറവ് സ്പീഡിൽ മാത്രമേ ആ ഒരു റോഡിലൂടെ വാഹനം ഓടിച്ചു കയറ്റാൻ പാടുള്ളൂ എന്നതടക്കം NBD ഇന്നലെയും വ്യക്തമാക്കിയിരുന്നു. ഈ റോഡിലടക്കം കുഴികളടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു കുഴിയിൽ ടയർ പതിഞ്ഞതാകും, ബ്രേക്ക് നഷ്ടപ്പെട്ട
നിയന്ത്രിക്കേണ്ടതാണെങ്കിൽ ഇത്തരത്തിൽ ബ്രേക്ക് നിയന്ത്രിക്കാനുള്ള ഒരു ശ്രമത്തിനിടെ കുഴിയിൽ വീണ് മറിഞ്ഞായിരിക്കും അപകടം എന്നാണ് ഈ ഒരു ഡ്രൈവറുടെ മൊഴി വരുന്നത്. എന്നാൽ MVD ഇതിനെല്ലാം എതിരായിട്ടാണ് പറയുന്നത്. ഇത്തരത്തിൽ യന്ത്രത്തിന് യാതൊരു തകരാറുമില്ല, യന്ത്ര തകരാറൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഈ ഒരു ഡ്രൈവറുടെ അശ്രദ്ധ തന്നെയാകാം, അദ്ദേഹത്തിന്റെ പരിചയക്കുറവും നാട്ടുകാരടക്കം രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ നാട്ടുകാരുടെ ഒരു പ്രതികരണത്തിലേക്ക് വരുന്ന സമയത്തെല്ലാം പറയുന്നത് ഇത്തരത്തിൽ ഡ്രൈവറുടെ ഒരു ശ്രദ്ധക്കുറവ്, അതോടൊപ്പം തന്നെ റോഡിന്റെ അശാസ്ത്രീയത, ഒരു പരിചയക്കുറവ് ഉണ്ട്, ഇതായിരിക്കാം ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ്. കാരണം ഫോൺ പരിശോധിക്കുമെന്ന് പറയുന്നതിൽ പ്രധാനമായും എടുത്തു പറയുന്നത് ഇന്നലെ 4 മണിയോടുകൂടി തന്നെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ഈ ഒരു അപകടം ഉണ്ടാകുന്ന സമയത്ത് ഈ ഡ്രൈവർ നിസാമിൻ്റെ വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് അപ്ലോഡ് ആയിട്ടുണ്ടായിരുന്നു. ഇത് കൃത്യം അപകടം നടക്കുന്നതോട് അടുപ്പിച്ചുള്ള ഒരു സമയത്താണ് ഇത്തരത്തിൽ ഈ ഒരു വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് അദ്ദേഹം ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഫോൺ നോക്കിയതായിരിക്കാം ഇത്തരത്തിൽ ഒരു അപകടത്തിലേക്ക് നയിച്ചത്. അതോടൊപ്പം തന്നെ സാധാരണ എന്നും വരാറുള്ള വഴി തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ എന്തായിരിക്കും ഇത്തരത്തിലൊരു അപകടത്തിന് പിന്നിൽ എന്നുള്ളതെല്ലാം MVD പരിശോധിച്ചു വരികയാണ്. നിലവിലൊരു പ്രാഥമിക അന്വേഷണത്തിൽ യന്ത്ര തകരാറൊന്നും നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കാരണം ഈ ഒരു അപകടത്തിന് ശേഷം വാഹനത്തിന് ഉണ്ടായിട്ടുള്ള ചില തകരാറുകൾ അല്ലാതെ നേരത്തെ ബ്രേക്കിനടക്കം തകരാറുണ്ടായി എന്നാണ് പറയുന്നത്. എന്നാൽ അത്തരത്തിലുള്ള ഒരു തകരാറും വാഹനത്തിന് ഇല്ല എന്നാണ് പറയുന്നത്. CCTV അടക്കം കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമായിരിക്കും ഇനി ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു വാട്സപ്പ് സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അത് നേരത്തെ തന്നെ സ്റ്റാറ്റസ് ഇട്ടിരുന്നു, പക്ഷേ അപ്ലോഡ് ആകാനുള്ള ഒരു സമയം എടുത്തു. അപ്ലോഡ് ആകുന്നത് ഈ ഒരു അപകട സമയത്ത് അപ്ലോഡ് ആയതായിരിക്കാം എന്നാണ് ഡ്രൈവർ നിസാം നേരത്തെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും നിസാമും സുലോചനയും ഇപ്പോഴും നേത്തിയുടെ സംസ്കാരം ഇന്നാണ്. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നേത്യ പഠിച്ച കുറുമാത്തൂർ ചിന്മയ UP സ്കൂളിലാണ് പൊതുദർശനം. വിവരങ്ങൾ നൽകുകയായിരുന്നു വൃന്ദ.